ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട് സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, സ്ത്രീയുടെ ശരീരത്തെയും അവളുടെ സ്ത്രീത്വത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ ഹണി അന്ന് സപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ച ഹണി അത് ഇയാളല്ലല്ലോ അങ്ങനെ ചോദിക്കേണ്ടത്. ആക്ച്വലി അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ കാണിച്ചിരിക്കുന്നത് എന്റെ ശരീരത്തെയാണ്. അത് എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണോ ഹണി? ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇയാൾ കൊണ്ടു തരത്തൊന്നുമില്ലല്ലോ. കൊണ്ടുതരുമോ? അതേപോലെ ഞങ്ങൾക്ക് ആർക്കും എല്ലാരും കൊണ്ടു തന്നിട്ടല്ല, നമ്മള് മാന്യമായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതേപോലെ എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. മാന്യമായിട്ടുള്ള മോഡലിംഗ് ആണ്. അതിനുശേഷം ഞാൻ റോഡിൽ തുണിയിലാണ് നടന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടോ? റോഡിലാരും തുണിയിലാണ് മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെ പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ഒരിക്കലും അല്ല. ഞാൻ അവിടെ പ്രദർശിപ്പിക്കുന്ന എന്റെ ബോഡിയാണ്. എന്റെ ബോഡി പ്രദർശിപ്പിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. നിങ്ങൾ ഈ ഡ്രസ് ഇട്ട് ഇവിടെ വന്നിരിപ്പുണ്ടോ? നിങ്ങളുടെ കോൺഫിഡന്റ് ആണോ? അതേ ഞാൻ വന്ന അതുപോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതേ ആളുകൾ ചോദിക്കും, ഇത്രയും വലിയൊരു ചാനലിൽ വന്നിട്ട് ഇയാൾ വന്ന് ഇരിക്കണുണ്ടോ, ഇവള് എന്താണെന്ന് ചോദിക്കും. തുണിയില്ലാണ്ടല്ല, ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. നൂഡ് ഫോട്ടോഷൂട്ടിന് നൂഡായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പോപ്പിക്കൂടെ പിടിച്ചിട്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പലരുടെയും കൂടെ പോകുന്ന ഒരാളാണോ ഹണി ആരോഹി? അതും ഈ ഒരു ടാറ്റു ഇപ്പോഴും വെച്ചുകൊണ്ട് തന്നെ. അതില് എന്ത് മൊറാലിറ്റി ആണുള്ളത്? അല്പക്കൂടെ സംസ്കാരത്തോടെ സംസാരിക്കാനിയാ ചില കുറവാ, അതെനിക്കറിയാം. ചുമ്മാ സംസാരിച്ചിട്ട് ഇരിക്കരുത്. നമ്മൾ പൊട്ടന്മാരെന്നല്ല, വെറുതെ വന്നിരിക്കണേന്നല്ല. സീരിയസ്ലി ഞാൻ പറയുവാണ്. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചാൽ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് സംസാരിച്ച് തീർക്കാനുള്ള സമയം തന്നെ എനിക്ക്. ഇയാളാര് സുപ്രീം കോടതി ജഡ്ജിയോ തൂക്കാൻ? പ്രശ്നമാക്കണ്ട. എന്നെ 10 പേര് കാണാൻ എനിക്ക് 10 ലൈക്ക് കിട്ടണമെന്നോർത്ത് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഞാൻ വന്നിരിക്കുന്നത് സമൂഹത്തിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനും അത് നാട്ടുകാർ കാണാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. മനസ്സിലാവുന്നത്? ഇതെല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണോ? ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ആളുകളും മോഡേൺ ആവുക, അടിപൊളിയാവുക, അപ് ടു ഡേറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞ തുണി പറിച്ചറിയാന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടം. ഞാൻ എന്റെ ബോഡീനെ വളരെ പ്രൗഡായിട്ട് കണ്ട് ഞാൻ ചെയ്തൊരു ഷൂട്ട് നിങ്ങൾ മോശമായിട്ട് കണ്ട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ തുണി അഴിച്ച് കാണിക്കുന്ന ഞാൻ ആദ്യമായിട്ട്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. സീരിയസ്ലി പോയി ലോണി നോക്കും. ഭ്രാന്ത്. ഇതാണ് ആധുനിക വനിതകളുടെ മഹാത്മ്യം. പുറത്താരോടും പറയല്ലേ. അവരായി അവരുടെ പാടായി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും.